ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മളിന്ന് അനിയൻ്റെ പിറന്നാളാണ്. അപ്പോൾ അതിന് നമുക്ക് അമ്പലത്തിൽ പോവാം. നേരെ വീഡിയോയിൽ വിട്ട് പോവാം. വാ, നമുക്ക് അമ്പലത്തിൽ പോവാം. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോണ വഴിയാണ്. ഞാനീ പോണ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടൺ അവിടെ വെറുതെ ഇരിക്കില്ലേ, ഒന്ന് കളർ അടിച്ചു കൊടുത്താൽ മതി. ഇതാണ് എൻ്റെ അനിയൻ്റെ പുതിയ ഡ്രസ്സ് കേസ്. ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെത്തി. ഇതാണ് എൻ്റെ സ്കൂള്, JMLP സ്കൂൾ പച്ചാട്ടിരിയാണ്. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത്. LP സ്കൂളാണ് ഇത്. ശിവൻ്റെ അമ്പലത്തിലെ കുളമാണ്. ഇവിടെയാണ് മാലയിട്ട സ്വാമിമാർ വന്ന് കുളിക്കണത്. അംഗനവാടിക്ക് പോവാണ്. അമ്പാടി മുട്ടായി കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അംഗനവാടിയിലെത്തി. കുറേ ദിവസം ഞാൻ അംഗനവാടി പോയിട്ട്, അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഹാപ്പിയായി. അവന് സൈക്കിൾ വേണമെന്ന് പറഞ്ഞിട്ട് നോലോലിക്കായിരുന്നു. അവന് കുട്ടികളൊക്കെ പോയി കളിക്കുന്നില്ലായിരുന്നു, അമ്മൻ്റെ ഒപ്പം തന്നെ നിൽക്കായിരുന്നു. അങ്ങനെ അവന് മുട്ടായിയൊക്കെ കൊടുത്തു. ഇത്രയും കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും അവന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ അവനക്ക് എല്ലാവർക്കും സന്തോഷമായി. പിന്നെ അവന് വീട്ടിലേക്ക് എത്തി. അപ്പോഴത്തേക്കും ചേച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു അവനൊരു സർപ്രൈസായിട്ട്. അപ്പോൾ അവനെ നീപ്പിക്കലായിരുന്നു എൻ്റെ ഡ്യൂട്ടി. നീപ്പിച്ച് കൊലായ്മ കൊണ്ടുപോയി. അങ്ങനെ അവന് കൊലായ്മയ്ക്ക് കൊണ്ടുപോയി. അവൻ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ വലിയ എക്സ്പ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. സർപ്രൈസ് കണ്ടപ്പോൾ വേറെ ഒന്നുമല്ല, സൈക്കിൾ തന്നെ ആയിരുന്നു സർപ്രൈസ്. അങ്ങനെ അത് ഓടിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ നോക്കി. റെഡ് സൈക്കിളായിരുന്നു. അപ്പോൾ എനിക്ക് ഓടിക്കാനൊക്കെ പറ്റുന്നുണ്ട്. അങ്ങനെ രാത്രിയായി. എല്ലാവരും വന്നു. എൻ്റെ 2 ഫ്രണ്ട്സും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഗിളമ്മ ചേച്ചി അവനക്കൊരു റിമോട്ട് കാർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വലിയേട്ടൻ എങ്ങനെ ഓടിക്കാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ ബാക്കിൽ നിൽക്കുന്ന 2 കുട്ടികളാണ് എൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. ഇങ്ങനെ ഓടിക്കലായിട്ട് ഇപ്പോൾ തന്നെ കേടൊന്നും അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കേക്ക് മുറിക്കലൊക്കെ വന്നതായിരുന്നു. എല്ലാവരും കൂടി കേക്കൊക്കെ മുറിച്ചു. അവൻ്റെ വേറൊരു ഫ്രണ്ടാണ് അത്. അങ്ങനെ പിന്നെ കേക്ക് അങ്ങോട്ട് കൊടുക്കലായി, ഇങ്ങോട്ട് കൊടുക്കലായി. അങ്ങനെ എന്തൊക്കെയൊക്കെ അങ്ങനായിട്ട് കേക്ക് പകുതിയോളം തീർന്നിക്കണം. എന്തായാലും റസ്നയ്ക്ക് നല്ല പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനാണ് അവളെ ഒക്കത്തിന് സഹായിച്ചത്. റസ്ന് സമ്മാനങ്ങളൊന്നും കൊടുത്തു. ഇത്